the director Mahesh, Balu Varghese, and the producer Lico. നമ്മൾ ഇന്ന് കാത്തിരുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്, നമ്മുടെ ട്രെയിലർ ലോഞ്ച്. ഭൂമി കറങ്ങുന്ന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അവൻ അന്നത് കേട്ടു. മൊത്തോണ്ട് പുറത്ത് ആലോർക്ക് അച്ചോ എന്നതാ നടക്കും നടക്കട്ടുമേ, ഇരുട്ടിനിൽ നീതി മറയട്ടുമേ. വൗ, എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ട്രെയിലർ? നമുക്ക് കാണുമ്പോൾ തോന്നുന്നു ഇവരൊക്കെ ജീവിക്കായിരുന്നെന്ന്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ആക്ച്വലി ദുബായ് എനിക്ക് ഭയങ്കര 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 സ്പെഷ്യലാണ്. കാരണം ലിവിക, ഞാൻ പഠിച്ചത് ബിടെക് ആണ്. ബിടെക് കഴിഞ്ഞ് ഉടനെ ഒരു സിനിമ അങ്ങ് പിടിച്ചു കളയാന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. കുറേ വർഷങ്ങൾ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഇതിൻ്റെ പരിപാടിയൊക്കെ നിർത്തിക്കോ, പയ്യെ ഗൾഫിലേക്ക് ഒരു വിസ എടുത്ത് തരാൻ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വപ്നങ്ങളും പാഷനൊക്കെ ഉപേക്ഷിച്ച് ഗൾഫിൽ വന്ന് ജോലി ചെയ്യേണ്ടി വരും എന്ന വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനിയന് ദുബായിലേക്കൊരു വിസ കിട്ടുന്നത്. അങ്ങനെ അവൻ തന്ന ധൈര്യത്തിലാണ് ഞാൻ ആക്ച്വലി വീണ്ടും എൻ്റെ ശ്രമം തുറന്നത്. അങ്ങനെ ഒരു ആഡ് ഏജൻസിയൊക്കെ തുടങ്ങി. തുടക്കത്തിൽ വലുതായിട്ട് വലിയ ആഡുകളൊന്നും കിട്ടിയില്ല, അതാണ് സത്യാവസ്ഥ. അവൻ വീട്ടിലേക്ക് അയക്കുന്ന, ദുബായിൽ നിന്നും അധ്വാനിച്ച് വീട്ടിലേക്ക് അയക്കുന്ന ആ പൈസയാണ് എൻ്റെ ധൈര്യമായിരുന്നത് തുടക്കകാലത്ത്. അങ്ങനെ ശ്രമം വീണ്ടും വീണ്ടും തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് എത്തി വന്ന് നിൽക്കുന്നത്. ദുബായിൽ നിന്ന് അധ്വാനിച്ച പൈസ കൊണ്ടാണ് ആദ്യമായിട്ട് എനിക്കൊരു ക്യാമറ വാങ്ങി തന്നത്. ആ ക്യാമറയിൽ നിന്നാണ് ഞാൻ ഒരുപാട് ആഡുകൾ ഷൂട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഒരു സിനിമയായി മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ അനിയനെ പോലെ തന്നെ എനിക്ക് ദുബായും ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ എന്ന് സ്വന്തം പുണ്യങ്ങളൻ, അതൊരു കംപ്ലീറ്റ് കോമഡി ത്രില്ലർ ട്രാക്കിലുള്ളൊരു ഫാൻറ്റസി ട്രാക്കിലുള്ളൊരു പടമാണ്. ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഈ സിനിമയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അത് സിനിമ കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് പുണ്യാളൻ, എന്താണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന്. ഈ എന്ന് സ്വന്തം പുണ്യാളൻ പോലൊരു നല്ലൊരു മൂവിയുടെ ഭാഗമായിട്ട് വരുവാൻ തക്കോണം ദൈവം അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ആദ്യം തന്നെ ട്രൂ സീക്കേഴ്സ് പ്രൊഡക്ഷൻസ് എന്ന ബാനറിൻ്റെ ഒരു പ്രത്യേകത, എന്നും ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സ്വപ്നം. ആബാലവൃദ്ധം എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് പോലും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയൊരു മൂവിയാണ്.
ജനുവരി 10-നാണ് റിലീസ്. നിങ്ങളെല്ലാവരും കുടുംബസമേതം തന്നെ കാണാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പടം എന്ന് സ്വന്തം പുണ്യാളൻ ഈ വരുന്ന ജാനുവരി 10-ന് റിലീസാവാണ്. അപ്പോൾ റിയാസ്ക പറഞ്ഞ പോലെ എല്ലാവരും പടം കാണാൻ അടിച്ചു കയറി വാ. ഇതൊരു കോമഡിയിലൂടെ പോകുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയാം. ഫാൻറ്റസി ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് ഞാൻ ഒരു പടങ്ങൾ. അപ്പോൾ അത് ഒത്തുചേർന്ന് വന്നൊരു കഥയാണ്. അപ്പോൾ ഈ പടം എല്ലാവരെയും എൻജോയ് ചെയ്യിപ്പിക്കുന്നു 100% ഉറപ്പാണ്. അപ്പോൾ മറക്കാണ്ട് തിയേറ്ററിൽ കയറി എല്ലാവരും കാണണം. വാക്കായിരിക്കണം, പറ്റിക്കരുത്. അപ്പോൾ മറക്കണ്ട ജാനുവരി 10-ന് കേട്ടാ. എല്ലാവരും പോവില്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു. 10-ാം തീയതി ഡെഫിനറ്റ്ലി എല്ലാവരും പോയി തിയേറ്ററിൽ പോയി പടം കാണുക. നമ്മളെ ബാക്കി സിനിമകളും സപ്പോർട്ട് ചെയ്ത പോലെ ഇതും സപ്പോർട്ട് ചെയ്യുക. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വന്നിട്ടാണ് നമ്മളെ വിശ്വാസം. സോ 10-ന് കാണണം. ഞങ്ങളെ അത്രയും സ്നേഹത്തോടെ ഇരു കൈയും നീട്ടി ഭയങ്കര കയ്യടിയോടെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം പുണ്യാളിനും ഞങ്ങൾക്കും ഈ കയ്യടി തന്നതിന് ഒരുപാട് സന്തോഷം. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം ട്രെയിലർ ഇഷ്ടമായെങ്കിൽ പടം തിയേറ്ററിൽ പോയി കാണണം. ഈ പറഞ്ഞൊരു ഫാൻറ്റസി കോമഡി ത്രില്ലറാണ് സിനിമ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാണാൻ പറയണം. നമ്മൾ എപ്പോഴും NRIs പ്രവാസികളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫിലിംസും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് നല്ല ചിത്രങ്ങൾ. സോ ദിസ് വിൽ ബി ഡെഫിനറ്റ്ലി എ ഫീൽ ഗുഡ് മൂവി. അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് എന്ന് സ്വന്തം പുണ്യാളൻ, give them a big round of applause once again. Thank you so much.